إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ അൽ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണമെന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 164-ാമത്തെ വചനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്പം ദീർഘമായ വചനമാണ്. ഒരുപക്ഷെ ഇന്നും അടുത്ത ക്ലാസ്സിലുമായി പൂർത്തിയാക്കേണ്ടി വന്നേക്കാം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ വൽ ഫുൽകി അല്ലതി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ് വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ വതസ്രീഫിർ റിയാഹി വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ് സമാഇ വൽ അർള് ലആയാത്തിൻ ലിഖൗമിൻ യഅഖിലൂൻ. അഥവാ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ആളുകൾക്ക് പ്രയോജനപ്രദമായ വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും ആകാശലോകത്ത് നിന്ന് അല്ലാഹു ഇറക്കിയ വെള്ളത്തിലും അത് മുഖേന നിർജ്ജീവമായ ഭൂമിയെ സജീവമാക്കി മാറ്റിയതിലും അതിലെല്ലാത്തരം ജീവജാലങ്ങളെയും വ്യാപിപ്പിച്ചതിലും കാറ്റിൻ്റെ ഗതിവിഗതികളിലും അതേപോലെ ആകാശഭൂമികൾക്കിടയിൽ വിധേയപ്പെട്ട് കിടക്കുന്ന കാർമേഘത്തിൻ്റെ കാര്യത്തിലുമെല്ലാം തീർച്ചയായും ദൃഷ്ടാന്തമുണ്ട്. ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ആയത്തിൻ്റെ പൊതുവായ ആശയം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളെ എടുത്തു പറഞ്ഞ ശേഷം ഇതെല്ലാം ബുദ്ധിമാന്മാരായ ആളുകൾക്ക് ആയത്താണ്, ദൃഷ്ടാന്തമാണ് എന്നാണ് അല്ലാഹു തആല ഈ ഒരു വചനത്തിലൂടെ മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നത്. ഒരുപാട് വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളുന്ന ചിന്തിപ്പിക്കാവുന്ന വചനമാണ് ഈ ഒരു വചനം. ആരംഭിച്ചത് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ ഉണ്ട്. എന്തുണ്ട്? അവസാനം പറഞ്ഞു ആയാത്ത്, അടയാളമുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. ആർക്ക്? ലിഖൗമി യഅഖിലൂൻ, ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ആയത്തിൻ്റെ അവസാനം അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ ആ ദൃഷ്ടാന്തങ്ങളായി എണ്ണിപ്പറഞ്ഞ ഒരുപാട് കാര്യങ്ങളെ അല്ലാഹു ആദ്യം പറഞ്ഞിട്ടാണ് അവസാനം പറഞ്ഞത് ഇതെല്ലാം ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അല്പം ദീർഘമായി തന്നെ ഈ ആയത്തിനെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഇവിടെ പറഞ്ഞത്, ഒന്ന്,
ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് എന്നാണല്ലോ തുടങ്ങുന്നത്. അദ്ദേഹം പറയുന്നു ഇൻതബിഹു ലിൽ ആയത്തി ഹാദി. ഈ ആയത്ത് നാം കൃത്യമായി അതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻകുന്ന മിൻ ദവിൽ ഉഖൂൽ, ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇതിൽ പാഠമുണ്ട്. കാരണം അല്ലാഹു പറഞ്ഞ ആയാത്തിൽ ഖൗമി യഖിലൂൻ എന്നാണ്. ചിന്തിക്കുന്ന ആളുകൾക്ക്, ബുദ്ധിമാന്മാർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ടതാണ്. അവിടെ ബുദ്ധിമാന്മാരാണോ ഈ ദൃഷ്ടാന്തം, അത് ശ്രദ്ധിച്ചേ പറ്റൂ. യഖൂലുല്ലാഹു ജല്ല ദിക്റു ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. ഇന്ന എന്നുള്ളത് തഅ്കീദാണ്, ഉറപ്പിച്ച് പറയാണ്. ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് എന്നത് ഖബറാണ്. ല ആയാത്ത് എന്നുള്ളത് അത് ഇസ്മുമാണ്, ഇന്നയുടെ ഇസ്മുമാണ്. അപ്പോൾ തീർച്ചയായും ദൃഷ്ടാന്തമുണ്ട്. എവിടെ? ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് എന്നർത്ഥം. ആകാശങ്ങളുടെയും ഭൂമിയും സൃഷ്ടിപ്പിൽ ദൃഷ്ടാന്തമുണ്ട്. അഥവാ ഇബ്തിദാഉഹ കൈഫിയത്തുഹ ഖുവ്വത്തുഹ മാ ഔദഅ അല്ലാഹു ഫീഹ ഇലാ ആഖിരി. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൻ്റെ തുടക്കം, അതിൻ്റെ രൂപം, അതിൻ്റെ ശക്തി, അതെല്ലാം നിക്ഷേപിച്ച വ്യത്യസ്തമായ കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി എന്തെല്ലാമുണ്ടോ അതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട്. ഹാദിഹി വാഹിദ. ഒരു കാര്യം അതാണ്. സമാവാത്ത് എന്നുള്ളത് ജംഉ സമാ. സമാ എന്നതിൻ്റെ ബഹുവചനമാണ് സമാവാത്ത്, 7 എണ്ണമാണ്. അർള് എന്നുള്ളത് മുഫ്രദുൻ യുറാദു ബിഹി അൽ ജിൻസ്, ഏകവചനമാണെങ്കിലും ജിൻസാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ 7 ഭൂമിയുമുണ്ട്. അപ്പോൾ സമാവാത്ത് ബഹുവചനമല്ലേ, അർള് ഏകവചനമല്ലേ. അപ്പോൾ അർള് ഒന്നേ ഉള്ളൂ എന്ന് പറയാവതല്ല. അർള് ഏകവചനമാണെങ്കിലും യുറാദു ബിഹി അൽ ജിൻസ്, ആ ജിൻസ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഭൂമി എന്ന ആ വർഗം, ഭൂമി എന്ന ജിൻസ് അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപ്രകാരം ഭൂമി എത്ര ഉണ്ടെങ്കിലും അതെല്ലാം അർള് എന്ന പ്രയോഗത്തിൽ പെടാം. എന്നാൽ അതും 7 എണ്ണമാണ് എന്ന് മറ്റു ചില പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുമുണ്ട്. അപ്പോൾ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ദൃഷ്ടാന്തമുണ്ട്. അഥവാ ഈജാദുഹുമാ വബഖാഉഹുമാ വകൈഫിയത്തുഹുമാ വകുല്ലു മാ യതഅല്ലഖു ബിഹിമാ മിനശ്ശൈഇ അല്ലദീ ലാ നഅലമുഹു. ഭൂമിയുടെ ഉണ്ടാവൽ, ആകാശത്തിൻ്റെ ഉണ്ടാവൽ, അതിൻ്റെ ശേഷിപ്പ്, അതിൻ്റെ രൂപങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലാ നഅലമുഹു, നമുക്കറിയാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. ഇബ്നു തൈമിയ്യ പറയുക ഇൽമുഹു ഗൈറുനാ, നമ്മളല്ലാത്ത പലർക്കും അറിയാവുന്ന, ആ രംഗത്ത് പഠിച്ച, ഭൂമിശാസ്ത്രം പഠിച്ച, ഗോളശാസ്ത്രം പഠിച്ച ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇൽമുഹു ഗൈറുനാ മസ്അലൻ മിൻ ഉലമാഇൽ ഫലക്കി വൽ ജിയോളജിയ യഅലമൂന അക്സറ മിമ്മാ നഅലമു ഫീ ഹാദാ. ഗോളശാസ്ത്രജ്ഞന്മാർ, ജിയോളജി ശാസ്ത്രജ്ഞന്മാർ, അവരൊക്കെ നമുക്കറിയാത്ത എത്രയോ അറിയാം. എന്നാൽ അവർക്ക് തന്നെയും അറിയുന്ന കാര്യം ഇല്ല ഖലീല, വളരെ തുച്ഛമാണ് അവർക്കറിയാവുന്ന കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന കൂട്ടിയാലും വളരെ തുച്ഛമായ കാര്യങ്ങളേ ഉള്ളൂ. ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്നർത്ഥം. അല്ലാഹ് ഒരുപാട് സ്ഥലത്ത് എടുത്തു പറഞ്ഞതാണ് ആകാശത്തിൻ്റെ കാര്യം. അല്ലാഹ് പറഞ്ഞു വസ്സമാ ബനൈനാഹ ബിഐദിൻ, സൂറത്തു ദാരിയാത്തിൽ 47-ാമത്തെ വചനം. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹ, നാസിആത്തിലെ 27-ാമത്തെ വചനം. ഇവിടൊക്കെ ആകാശത്തിൻ്റെ ആ ഒരു മഹത്വം, സൃഷ്ടി മഹാത്മ്യം അത് അല്ലാഹു തആല എടുത്തു പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു ദൃഷ്ടാന്തമാണ്. പിന്നീട് സൂറത്തു നബയിൽ അല്ലാഹു എടുത്തു പറഞ്ഞു വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദ, നിങ്ങൾക്ക് മുകളിൽ 7 ശക്തമായ ആകാശങ്ങളെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് സൂറത്തു നബയിലും കാണാം. ഹാദിഹി സമാഉൽ അളീമ, ഈ മഹത്തായ ആകാശം. വകദാലിക്കൽ അർളു, അതേപോലെ ഭൂമി. വമാ ഔദഅ അല്ലാഹു ഫിഹാ മിൻ മനാഫിഇ, അത് അല്ലാഹു നിക്ഷേപിച്ച് വെച്ച വ്യത്യസ്തമായ ഉപകാരങ്ങൾ. അഥവാ ഹൈസു ജഅലഹാ മുതളമ്മിയതൻ വമുസ്തമിഅതൻ അലാ ജമീഇ മാ യഹ്താജുൽ ഖൽഖു ഇലൈഹി ഫി ഹയാത്തിഹിം വബഅദ മമാതിഹിം ഹത്താ ബഅദൽ മമാത്ത്. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും അനുയോജ്യമായ രൂപത്തിൽ ഭൂമി അല്ലാഹു ഒരുക്കുകയും അവർക്ക് ആവശ്യമായ എല്ലാ സംവിധാനം അല്ലാഹു തആല ഈ ഭൂമിയിൽ നിശ്ചയിച്ചു വെക്കുകയും ചെയ്തു. സൂറത്തു മുർസലാത്ത് അല്ലാഹു പറഞ്ഞല്ലോ അലം നജ്അലിൽ അർള കിഫാത അഹ്യാഅൻ വ അംവാത, ഭൂമിയെ നാം അനുയോജ്യമാക്കി മാറ്റിയില്ലേ. അഹ്യാഅൻ വ അംവാത, ജീവിച്ചിരിക്കുന്നവർക്കും അനുയോജ്യമാണ്, മരണപ്പെട്ടവർക്കും അനുയോജ്യമാണ് എന്ന അവസ്ഥയിൽ മാറ്റിയില്ലേ. ഇന്ന് ശൈഖ് റഹിമഹുല്ലാഹ് പറയാണ് മാ ദുന്നുക്കും ലൗ ജഅലല്ലാഹു ഹാദിഹിൽ അർള ശഫാഫതൻ കസുജാജി ഫദുഫിന ഫീഹിൽ അംവാതു യൻദുറു അഹ്യാഉൽ അംവാത് ഫലാ തകുനു കിഫാതൻ ലഹും. ഈ ഭൂമി എങ്ങാനും ഒരു ഗ്ലാസ് പോലെ, സ്ഫടികം പോലെ ആയിരുന്നുവെങ്കിൽ, നോക്കിയാൽ താഴോട്ടെല്ലാം കാണുന്ന ഒരവസ്ഥയായിരുന്നു ഭൂമിയിലെങ്കിൽ, ആ ഭൂമിക്കുള്ളിൽ മരിച്ചവരെ മറമാടുകയും മേലെക്കൊണ്ട് നടന്നു പോകുന്ന ആളുകളൊക്കെ അതിനടിയിൽ കിടക്കുന്ന ഈ മയ്യത്തുങ്ങളെ കാണുകയും ചെയ്യുകയായിരുന്നുവെങ്കിൽ
ഈ പറഞ്ഞ സമാധാനമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കിഫാത്തൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. പക്ഷെ അള്ളാഹ് സിസ്റ്റം ഉണ്ടാക്കിയില്ല. ഇനി തിരിച്ച് ഇതൊരു നല്ല സുൽബത്തൻ കൽ ഹദീദ് ഔ അസദ്, ഇരുമ്പ് പോലെ ഉറച്ചതായിരുന്നുവെങ്കിലോ അവിടെ മരിച്ചത് മറവ് ചെയ്യാൻ കഴിയില്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്കും അത് വാസയോഗ്യമായി മാറുകയുമില്ല. അപ്പോൾ ഇത് എല്ലാവർക്കും പറ്റുന്ന വിധം ജീവിച്ചിരിക്കുന്നവർക്കും അനുയോജ്യമാണ്, മരിച്ചവർക്കും അനുയോജ്യമാണ്. ആ രൂപത്തിലേക്ക് അള്ളാഹു തആല ഈ ഭൂമിയെ സംവിധാനിച്ചു. ثم هذه الأرض أودع الله فيها من المصالح والمعادن شيئا. മാത്രമല്ല ഈ ഭൂമി അള്ളാഹു ഒരുക്കി വെച്ച വ്യത്യസ്തമായ ഖനികൾ, ഇതിലെ മസ്ലഹത്തുകൾ, ഇതൊന്നും നമുക്കൊരിക്കലും എല്ലാം അറിയാൻ കഴിയില്ല. അത്രയേറെ അള്ളാഹു ഇതിൽ സംവിധാനിച്ചു വെച്ചു. കാലം മുന്നോട്ട് പോകുന്തോറും പഠനങ്ങളും പുരോഗതികളും മുന്നോട്ട് പോകുന്തോറും കൂടുതൽ 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 ഇങ്ങനെ വ്യക്തമായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ശൈഖ് പ്രത്യേകം പറയുന്നു. ഇത് മുഴുവൻ ഉണ്ടാക്കി വെച്ച് ദൃഷ്ടാന്തമാണ്. അതാണ് ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി എന്ന് പറഞ്ഞ ഒന്ന്, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ ദൃഷ്ടാന്തമുണ്ട്. സാനിയൻ രണ്ടാമതായി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവിൻ്റെയും പകലിൻ്റെയും മാറ്റത്തിലും ദൃഷ്ടാന്തമുണ്ട്. ഇഖ്തിലാഫുൽ ലൈലി വന്നഹാരി ഫി തൂരി വൽ ഖിസ്ർ ഫിൽ ഇളാഅത്തി വൽ ദുൽമ ഫിൽ ഹർരി വൽ ബർദ് ഫിൽ നസ്ഇ വൽ ഖദ്ലാൻ ഫി കുല്ലി ഷൈഇൻ യതഅല്ലഖു ബിൽ ലൈലി വന്നഹാർ. രാവും പകലും മാറി മാറി വരിക എന്ന് പറഞ്ഞാൽ അതിലും ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിൻ്റെ സമയദൈർഘ്യം കൂടുകയും കുറയുകയും ചെയ്യുന്നു. ചൂടും തണുപ്പും മാറി മാറി വരുന്നു. വെളിച്ചവും ഇരുട്ടും മാറി മാറി വരുന്നു. എല്ലാ രാത്രിയും ഒരുപോലെ ഇരുട്ടല്ല. ചില രാത്രി ഇരുട്ട് കൂടും, ചില രാത്രികളിൽ ഇരുട്ട് കുറയും, ചൂട് കൂടും, തണുപ്പ് കൂടും. ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ, രാവും പകലും മാറുക എന്ന് മാത്രമല്ല, അതിൽ ഒരുപാട് മാറ്റങ്ങൾ വേറെയും നടക്കുന്നുണ്ട്. ഇതിൽ മുഴുവനും ദൃഷ്ടാന്തമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വതിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, ദിവസങ്ങൾ ആളുകൾക്കെല്ലാം മാറ്റി മാറ്റിക്കൊണ്ടുവരും എന്ന് പറഞ്ഞ അതുമുണ്ട്. ലോകത്ത് വ്യത്യസ്തമായ രൂപത്തിലാണ് രാപ്പകൽ മാറി മാറി വരുന്നത്. മാത്രമല്ല ആ രാവും പകലും മാറി മാറി പോകുമ്പോൾ എന്തെല്ലാം സംഭവ വികാസങ്ങൾ നടക്കുന്നത്. കം ഫനിയ ഫിഹാ മിൻ ഉനാസ്, എത്ര ആളുകൾ മരിച്ചു പോകുന്നു. കം അസ്സ ഫിഹാ മിൻ ഉനാസ് കം ദല്ല ഫിഹാ മിൻ ഉനാസ്, എത്ര ആളുകൾ ഇല്ലാത്തവർ ഉള്ളവരായി മാറുന്നു, ഉള്ളവർ ഇല്ലാത്തവരായി മാറുന്നു. കം ദല്ല ഫിഹാ, എത്ര ആളുകൾ നിന്നിലായി മാറുന്നു. എന്തെല്ലാം സംഭവങ്ങൾ സംഭവിക്കുന്നു. ലാ യഅലമുഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ അറിയില്ല. അത്രയേറെ സംഭവ വികാസങ്ങൾ ഓരോ രാവിലും പകലുമെല്ലാം ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഇഖ്തിലാഫുകളൊക്കെ തദുല്ലു അലല്ലാഹി അസ്സ വജല്ല, ഇതൊക്കെ അല്ലാഹുവിനെ അറിയിക്കുന്നു. വലാ തഫറുദിഹി ബിൽ വഹ്ദാനിയത്തി സുബ്ഹാനഹു വ തആല, അല്ലാഹ് മാത്രമാണ് വഹ്ദാനിയത്ത്, അല്ലാഹുവിന്റെ തൗഹീദ്, ഇതെല്ലാം അറിയിക്കുന്നുണ്ട്. മാത്രവുമല്ല അല്ലാഹു ഖുർആനിൽ മറ്റു സ്ഥലത്ത് പറഞ്ഞു, യുലുജുൽ ലൈല ഫിൻ നഹാരി വയുലുജുൻ നഹാറ ഫിൽ ലൈൽ, രാവിലെ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിനെ രാവിലും പ്രവേശിപ്പിക്കുക. ആ രാവിലെയും പകലിനെയും മാറ്റത്തിന് പോലും ദൃഷ്ടാന്തമുണ്ട്. ഒറ്റടിക്ക് രാത്രിയാവുകയല്ല, ഒറ്റടിക്ക് പകലാവുകയല്ല, തണുപ്പിന് നേരെ ചൂടിലേക്ക് മാറുകയില്ല, ചൂടിന് നേരെ തണുപ്പിലേക്ക് മാറുകയില്ല. മെല്ലെ മെല്ലെ തണുപ്പിന് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വന്ന് ചൂടിലേക്ക് പോകുന്നു, ചൂടിങ്ങനെ മാറി മാറി മെല്ലെ അറിയാതെ തണുപ്പിലേക്ക് പോകുന്നു. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സൂര്യൻ ഉദിച്ചിട്ട് വരില്ല. അതൊക്കെ അല്ലാഹു വെച്ച സാവകാശം അതിലുണ്ട്. ഇതൊക്കെ അള്ളാഹിൻ്റെ ഹിക്മത്താണ്, അവൻ്റെ റഹ്മത്താണ്. അതൊക്കെ ഒരു വലിയ ദൃഷ്ടാന്തമാണ്. മൂന്നാമതായി അല്ലാഹു പറഞ്ഞു, വൽ ഫുൽകില്ലത്തി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉന്നാസ്, ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളുമായി കപ്പൽ, കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പൽ, അതും ദൃഷ്ടാന്തമുണ്ട്. അല്ലാഹു അക്ബർ, ഹാദിഹി അയ്ളം മിൻ ആയാത്തില്ലാ, ഇതും വല്ലാത്തൊരു ദൃഷ്ടാന്തമാണ്. അഥവാ ഒരു ഫുൽക്കുൻ മുഹ്മലുൻ ബിൽ ആദമിയീൻ, ഒരു കപ്പലിൽ മനുഷ്യന്മാരെ വഹിക്കുന്നു. വൽ അംതിയത്തി വൽ അർസാഖി, വ്യത്യസ്തമായ ആളുകളുടെ ലഗേജുകൾ, ഭക്ഷണപദാർത്ഥങ്ങൾ എല്ലാം അതിൽ വഹിച്ചുകൊണ്ട് യജ്രി അലാ സത്ഹിൽ മാ, വെള്ളത്തിന് മുകളിലൂടെ അതിങ്ങനെ സഞ്ചരിക്കുന്നു. ഹാദാ മിൻ ആയാത്തില്ലാ, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അതിലും ഒരു ദൃഷ്ടാന്തമായി ഇപ്പോൾ വായുവിലൂടെ സഞ്ചരിക്കുന്ന വിമാനങ്ങൾ, അത് ഇതിലേറെ വലിയ ദൃഷ്ടാന്തമാണ്. അല്ലാഹു തആല ഒരു ദൃഷ്ടാന്തം പറഞ്ഞാൽ അതിലും മീതെയുള്ളത് ഏതാനും ദൃഷ്ടാന്തമാണ് എന്ന് പറയേണ്ട കാര്യമില്ല എന്ന് തത്വം കൂടി ശൈഖ് അവിടെ എടുത്ത് പറയുന്നു. മാത്രമല്ല പക്ഷികളെ പറ്റി അതെടുത്ത് പറഞ്ഞു, അവനും റഹ്മാൻ, ആകാശത്തൂടെ പറന്നു പോകുന്ന പക്ഷികളെ ദൃഷ്ടാന്തമായി അല്ലാഹു തആല എടുത്തു പറഞ്ഞു. എങ്കിൽ അതിൻ്റെ മറ്റൊരു പതിപ്പാണ്, അതിനേക്കാൾ ദൃഷ്ടാന്തമായ കാര്യമാണ് ഇന്നത്തെ വിമാനങ്ങൾ. കാരണം പക്ഷികൾ അവ സ്വയമാണ് പറന്നു പോകുന്നത്. വിമാനങ്ങളാവട്ടെ അതിൽ മനുഷ്യരെയും ചരക്കുകളെയും എല്ലാം വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇതും വല്ലാത്തൊരു ദൃഷ്ടാന്തമാണ്. ഇങ്ങനെ വ്യത്യസ്തമായ ദൃഷ്ടാന്തങ്ങളെ അല്ലാഹു തആല
ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നു. മാത്രമല്ല ഇനി കപ്പൽ തന്നെയും വെള്ളത്തിന് മുകളിൽ പോകുന്നുണ്ട്, വെള്ളത്തിനുള്ളിലൂടെ പോകുന്ന ഒവ്വാസാത്ത് മുങ്ങിക്കപ്പലുകൾ, അത് മറ്റൊരു ദൃഷ്ടാന്തമാണ്. ഇങ്ങനെ എന്തെല്ലാം അല്ലാഹു തആല ഇവിടെ ഒരുക്കി വെച്ചു. കപ്പലിനെ പറ്റി അല്ലാഹു വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഖുർആനിൽ എടുത്തു പറഞ്ഞ വചനങ്ങൾ ഷെയ്ഖ് അവിടെ പറയുന്നു. ഹത്താ ഇദാ കുൻതും ഫിൽ ഫുൽക്കി വജറൈന ബിഹിം ബിരിഹിൻ തയ്യിബ് എന്ന സൂറത്ത് യൂനുസിലെ 22-ാമത്തെ ആയത്ത് ഷെയ്ഖ് അവിടെ നൽകുന്നുണ്ട്. ഇങ്ങനെ ഈ കപ്പൽ അല്ലാഹു തആല ഒരുക്കിയ മറ്റൊരു സംവിധാനമാണ്. ഇതിലൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തമുണ്ട്. അതാണ് പോലെ ഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹർ, കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലുമുണ്ട് ആളുകൾക്ക് ദൃഷ്ടാന്തം എന്ന് ഷെയ്ഖ് അവിടെ എടുത്തു പറയുന്നു. ബിമാ യൻഫഉന്നാസ്, ബിമാ യൻഫഉന്നാസ്, ഇവിടെ ബിമാ എന്ന ബാ അൽ ബാഉന ലിൽ മുസാഹബ, മുസാഹബത്തിൻ്റെ ബാബാണ്, ബാ ആണ്. അഥവാ ആളുകൾക്ക് ഉപകാരമുള്ളതിനെയും ചുമന്നുകൊണ്ട് അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നു എന്നർത്ഥം. ആ ഉപകാരമുള്ളത് പറഞ്ഞാൽ അർസാഖ് വൽ ബലാഇർ വൽ അൻഫുസ് വൽ ദഖായിർ വഗൈരിഹിം, മനുഷ്യന്മാരുണ്ട്, അതേപോലെ ആളുകളുടെ ലഗേജുകളുണ്ട്, ഭക്ഷണപദാർത്ഥങ്ങളുണ്ട്, ഇങ്ങനെ വ്യത്യസ്തമായ സൂക്ഷ്മ സ്വത്തുക്കളുണ്ട്. ഇതെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നു. ഉപകാരപ്പെടുന്ന എല്ലാ കാര്യങ്ങളും കുല്ലുമായ ഫഉന്നാസ് ഫഹിയ മിൻ ആയാത്തില്ലാ, ജനങ്ങൾക്ക് ഉപകാരമുള്ള എല്ലാം അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ഫഹിയ മിൻ ആയാത്തില്ലാ അദ്ദാല്ല അലാ കമാലി ഖുദ്റതിഹി വകമാലി റഹ്മതിഹി വതസ്ഖീരിഹി, അവൻ്റെ കമാലിയത്ത്, ഖുദ്റത്തിൻ്റെ, അവൻ്റെ ശക്തിയുടെ കമാലിയത്ത്, റഹ്മത്തിൻ്റെ കമാലിയത്ത്, അതിനെല്ലാം അറിയിക്കുന്നുണ്ട്. സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹ് പറഞ്ഞു വസഖറ ലക്കുമുൽ ഫുൽക ലിതജ്രിയ ഫിൽ ബഹരി ബിഅംരിഹി വസഖറ ലക്കുമുൽ അൻഹാർ, നിങ്ങൾക്ക് അല്ലാഹു തആല കപ്പലിനെ വിധേയമാക്കി തന്നു. ആ കപ്പൽ ഓടിക്കാവുന്ന അരുവികളെ, നദികളെയും അല്ലാഹു തആല നിങ്ങൾക്ക് ഒരുക്കി തന്നു. അതൊക്കെ റബ്ബിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു തആല എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല പലതും മനുഷ്യന്മാർക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്നു. ഇതിലെല്ലാം ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അല്ലാഹു തആല ഇവിടെ എടുത്തു പറയുന്നത്. ശേഷം വിശദമായി വീണ്ടും റബ്ബിൻ്റെ സൃഷ്ടി മഹാത്മ്യങ്ങളെ അല്ലാഹു തആല പ്രതിപാദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് ആ വചനം പൂർത്തീകരിക്കാം. ഏതാണെങ്കിലും ഇതിലൊക്കെ റബ്ബിൻ്റെ തൗഹീദ് മനസ്സിലാക്കുകയും അവൻ്റെ മഹത്വത്തെ അംഗീകരിക്കുകയും അങ്ങനെ ആ റബ്ബിൻ്റെ ഏകത്വം മനസ്സിലാക്കി അവൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കുകയുമാണ് നാം ചെയ്യേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.